അച്ഛാ എന്തോ ആലോചിക്കുന്നുണ്ട്. ഇന്ന എന്താ ചിക്കൻ വെച്ച് പരിപാടി? ചിക്കൻ വെച്ച് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻ തോരൻ. തോരൻ? ലെറ്റ്സ് പ്രിപ്പയർ ദ ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻ തോരൻ. ചിക്കൻ തോരൻ്റെ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ്. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഓയിൽ ചൂടായി, അതിൽ കടുകിട്ടു. കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ജീരകം അതിനകത്തോട്ട് ഇടുന്നുണ്ട്. ഉണക്കമുളക്, കറിവേപ്പില, അതെല്ലാം ഏകദേശം പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു 4 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു 8 ശാലറ്റ്, ചെറിയ ഉള്ളി, അതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു 1.5 സവോള. നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു 500 ഗ്രാംസ് ചിക്കനാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞിടാം, ചതച്ചിടാം, പേസ്റ്റാക്കി ഇടാം, എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതെടുത്തിടുക. അപ്പം മിക്സ് ചെയ്തതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു 500 ഗ്രാംസ് ഓഫ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കോക്കനട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ തേങ്ങ മിക്സ് ചെയ്തപ്പോൾ ഇട്ട മസാല പോലെ വീണ്ടും ഒരു എപ്പിസോഡ് ഓഫ് മസാലാസ് പിന്നെയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. സോ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് മല്ലിപ്പൊടി, അതും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നീട് ഗരം മസാല. ഓക്കെ, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തേങ്ങ ഇടുമല്ലോ, ഇതെല്ലാം കുറുകി അങ്ങ് വന്നോളും. ഇതിപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇതെല്ലാം നല്ലപോലെ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയാവും. സോ ഇതുകൊണ്ട് 2 ബെനിഫിറ്റാണുള്ളത്. ഏതൊരു നമുക്ക് തേങ്ങ ഇട്ടില്ലെങ്കിൽ ചിക്കൻ കറി, തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ തോരൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലി കുറച്ച് ഗാർണിഷിന് വേണ്ടി മല്ലിയില വേണമെങ്കിൽ അതിനകത്തൊന്ന് വിതറി കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഡിഷാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ചിക്കൻ തോരൻ്റെ അവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നതാണ്. സോ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചോറ്, ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും എടുക്കാം, വലുതോ ചെറുതോ. നല്ല ചൂട് രസവും ചോറും അതിൻ്റെ കൂടെ ചിക്കൻ വരട്ടും അടിപൊളിയായിരിക്കും. ഇവിടെ രസമില്ല, അത് കാരണം പരിപ്പാണ് എടുത്തേക്കുന്നത്. എന്തായാലും സംഭവം ആദ്യം തന്നെ നോക്കാം. ഓക്കെ, as always super. വേണമെങ്കിൽ സാമ്പിൾ കൊടുക്കാൻ സെറ്റ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.